നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ആചാരമാണ്. നമ്മൾ വിരമിച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ പുറത്താക്കി കഴിഞ്ഞാൽ ആത്മകഥ എഴുതുക എന്നുള്ളതാണ്. അത് അത് വിവാദങ്ങളിലകപ്പെട്ടാലും മതി. വിവാദങ്ങളിൽപ്പെട്ട വ്യക്തികൾ ഉടൻ ആത്മകഥ എഴുതും. ഇവർക്ക് പലരും എഴുതി കൊടുക്കാനുണ്ട് എന്നുള്ളത് വേറെ സത്യം. എല്ലാം എഴുതുന്ന ഇവരല്ല എങ്കിൽ പോലും ആത്മകഥ പുറത്തു വരുന്നുണ്ട്. ഈ പലരും സർവീസ് ഇരുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ, രാഷ്ട്രീയക്കാർ, സിനിമാക്കാർ, ഇവരെല്ലാവരും ആത്മകഥ എഴുതും. ഈ ആത്മകഥ എഴുതുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഈ ഇഷ്ടമില്ലാത്തവനെ മുഴുവൻ ചീത്ത വിളിക്കുക എന്നുള്ളതാണ് ആത്മകഥയുടെ പുതിയ ട്രെൻഡ്. നമ്മുടെ സ്വപ്ന സുരേഷിന്റെ ആത്മകഥ വന്നതാണ്. ജേക്കബ് തോമസ് IPS വന്ന് അങ്ങനെ ഓരോരുത്തർ. ശിവശങ്കറിന്റെ വന്നിട്ടില്ല. ഇല്ല 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 വന്നില്ല. ശിവശങ്കറിന്റെ വരാനിരിക്കുന്നു. സരിതയുടെ വന്നിട്ടില്ല. ഇല്ല. സരിതയുടെ വന്നിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ആത്മകഥ എഴുതാൻ പോകുന്നത് നമ്മുടെ പത്മകുമാറാണ്. അതായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുൻ MLA ഒക്കെയായി ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അകത്ത് പോയി 90 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുള്ള പത്മകുമാർ. പുസ്തകത്തിന് പേരിട്ടോ അദ്ദേഹം? ദൈവതുല്യർ എന്നായിരിക്കും ചിലപ്പോൾ. കാരണം ദൈവതുല്യരായി കണ്ട പല ആൾക്കാരും എന്നെ പറ്റിച്ചു എന്നാണ്. അന്നും അദ്ദേഹം ദൈവതുല്യരെന്നാണല്ലോ പറഞ്ഞത്. നിർദ്ദേശങ്ങളൊന്നും ദൈവതുല്യന്മാരെന്നാണല്ലോ പറഞ്ഞത്. ദൈവതുല്യരാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയുകയുണ്ടായി. പക്ഷേ ഈ പത്മകുമാറിന്റെ ആത്മകഥ വരുന്നു എന്ന് ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. ഈ വാർത്ത വരുമ്പോൾ പത്മകുമാർ CPM-ൽ അംഗമല്ല. സാങ്കേതികമായുള്ള CPM-ൽ മെമ്പർഷിപ്പ് പുതുക്കാത്തതുകൊണ്ട് അംഗത്വത്തിന് പുറത്തായി. കാരണം ഈ കഴിഞ്ഞ മാർച്ചിലായിരുന്നു പുതുക്കേണ്ടത്. മാർച്ചിലത്തെ പുതുക്കൽ മെയ്യിലേക്ക് മാറ്റി. അപ്പോൾ സാധാരണ ഈ മെമ്പർഷിപ്പ് സ്ക്രൂട്ടണിക്ക് അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്തതിന് ശേഷം അത് നോക്കി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ആ സ്ക്രൂട്ടനൈസിങ് കമ്മിറ്റി അത് അപ്രൂവ് ചെയ്താൽ ഒരു ലെവി അടച്ചാണ് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നത്. അപ്പം ഇവിടെ അദ്ദേഹം മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, പാർട്ടിയെ ഒരു പ്രതിസന്ധിയിലാക്കണ്ട എന്നുള്ളത്. രണ്ട്, താൻ ഇനി പാർട്ടി അംഗമായിരിക്കാൻ യോഗ്യനല്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയതാവാം. അതുകൊണ്ട് ഇതിനകത്ത് എന്താണെങ്കിലും ശരി, രക്ഷപ്പെട്ടത് MV ഗോവിന്ദനും CPM-ഉമാണ്. പത്മകുമാർ പുതുക്കാനായിട്ട് ജില്ലാ കമ്മിറ്റി അംഗമാണ് നിലവിൽ. ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ ഘടകം എന്ന് പറഞ്ഞാൽ ജില്ലാ കമ്മിറ്റിയിലേക്കാണ് അപേക്ഷിക്കുന്നത്. അദ്ദേഹം ഈ മെമ്പർഷിപ്പ് പുതുക്കാനായിട്ട് ജില്ലാ കമ്മിറ്റിയിലേക്ക് അപേക്ഷ കൊടുത്തിരുന്നെങ്കിൽ പാർട്ടി വെട്ടിലായി. പാർട്ടി നിരസിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെ. നിരസിക്കുകയാണെങ്കിൽ ഇയാൾ ചെയ്ത തെറ്റെല്ലാം ശരിയാണെന്ന് പാർട്ടി സമ്മതിക്കുന്നില്ലല്ലോ. കാരണം ഇത്ര നേരം പാർട്ടി സമ്മതിച്ചിട്ടില്ലല്ലോ. അല്ല, എങ്ങനെ നിരസിക്കാൻ പറ്റും? ഇതിനേക്കാൾ വലിയ സംഭവം നടന്നു. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അറസ്റ്റിലായി 90 ദിവസം ജയിലിൽ കിടന്നപ്പോൾ പുറത്താക്കാത്ത പത്മകുമാറിനെ ഇനി എന്ത് പറഞ്ഞ് പുറത്താക്കും? ഇത് അന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാം. ഞങ്ങൾ നടപടി എടുത്തു, അയാൾ ആരോപണം വന്നു, അയാൾ ജയിലില്ല, ഞങ്ങൾ നടപടി എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇത് തന്നെയാണ് UDF-ൽ ഉണ്ടായത്. കായംകുളത്തെ ഒരു മുസ്ലിം ലീഗ് നേതാവ് പ്രതിഭയ്ക്കെതിരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് പ്രസംഗിച്ചു, അല്ലേ? അതെ, ലിജുവിന് വേണ്ടി പ്രസംഗിക്കാൻ ഇറങ്ങിയ ആള്. പക്ഷെ അത് അവസാനം അയാളെ പേര് നടപടി അപ്പം തന്നെ എടുത്തു. അതെ, അങ്ങനെ. പക്ഷേ ഇവിടെ എനിക്ക് ഇപ്പോഴും ചോദിക്കാനുള്ള ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് പത്മകുമാറിന്റെ പേരിൽ നടപടി എടുക്കാറുണ്ട്? മറ്റു പലരുടെയും പേര് നടപടി എടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇവരൊക്കെ തന്നെ ഭയപ്പെടുന്ന എന്തെങ്കിലും വസ്തുക്കൾ പത്മകുമാറിന്റെ കയ്യിൽ കാണുമായിരിക്കും, ഈ വലിയ നേതാക്കന്മാർ. അതല്ലെങ്കിൽ ഒരു കാരണവശാലും മാർക്സിസ്റ്റ് പാർട്ടിയാണ്, അവർ നടപടി എടുത്തിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഗൗരിയമ്മയും MV രാഘവനെ പുറത്താക്കാൻ ധൈര്യം കാണിച്ച ഒരു പാർട്ടി ഈ പത്മകുമാറിനെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നുള്ള സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹം പുസ്തകം എഴുതാൻ പോകണം. പുസ്തകം എഴുതുമ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുൻ MLA ആണ്, അതുപോലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതുകൂടാതെ പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ശബരിമല കേന്ദ്രീകരിച്ച് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബം ശബരിമലയായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളതാണ്. കോനകത്ത് ജാനകി അമ്മയാണ് അദ്ദേഹത്തിന്റെ മുത്തശ്ശിയാണ് ഹരിവരാസനം ജയിച്ചതെന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നുണ്ട്. പിന്നെ അദ്ദേഹം വേറെ കുറേ ബോർഡ് മെമ്പർ ചെയർമാനുമായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. പിന്നെ പാർട്ടിക്കുള്ളിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വേറെയുണ്ട്. എനിക്ക് തോന്നുന്നു പത്തനംതിട്ടയിലെ പിണറായിക്കൊപ്പം നിന്ന് ആദ്യം മുതലേ നിന്ന ഒരാളാണ്. അതെ, ഈ VS അച്യുതാനന്ദനും KC രാജഗോപാൽ MLA ആയിരുന്ന സമയത്താണ് ഈ ആറന്മുള വിമാനത്താവളം കൊണ്ടൊരാളെ നീക്കം നടക്കുന്നത്. ഈ വിമാനത്താവളത്തിന് കോൺഗ്രസ് അനുകൂലമായിരുന്നു. ഈ കോൺഗ്രസ് അനുകൂലമായിരുന്ന സമയത്ത് CPM ആണ് ഈ സത്യത്തിൽ ഇത് നടപ്പാക്കാൻ വേണ്ടി KC രാജഗോപാൽ, അത് അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ആറന്മുള. പക്ഷെ അതിനെ വെട്ടിയത് ഈ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ KSKTU-വും CATU എല്ലാം ചേർന്ന് ഈ വിമാനത്താവളത്തിന് എതിരെ വലിയ സമരം നയിച്ചല്ലോ. എന്നിട്ട് ഇവര് തോളിൽ കൈയിട്ട് ആരെയാണെന്നറിയോ? കുമ്മനം രാജശേഖരനൊപ്പം തോളോട് തോൾ ചേർന്ന് സമരം നയിച്ചവരാണ് പത്മകുമാർ, പഴയ കൃഷിമന്ത്രി പ്രസാദ്, ഈ പറയുന്ന പിന്നെ ഇദ്ദേഹം പിന്നെ കൃഷിമന്ത്രി P. പ്രസാദ്, പിന്നെ അവിടുത്തെ CPM നേതാക്കൾ, പരിസ്ഥിതിവാദികളല്ല. അപ്പോൾ അവിടെ സംഘികളും ഇവരും തമ്മിലുള്ള സജീവമായിരുന്നു. അപ്പം അങ്ങനെ ഒക്കെ നടന്ന ഒരാളാണ്. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട്
നമ്മളെല്ലാവർക്കും മനസ്സിൽ തോന്നിയ അല്ലെ കേരളം ഒട്ടാകെ ചോദിച്ച ഒരു ചോദ്യം, ആ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം വന്നിട്ടില്ല. എന്താണെന്നറിയാമോ? അതായത് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ, ഈ സ്വർണ്ണ മോഷണ കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഇയാളെ പാർട്ടിക്ക് പുറത്താക്കിയില്ല എന്നുള്ള ഒരു ചോദ്യം. എല്ലാവരും പാർട്ടി അണികളും താഴെത്തട്ടിൽ നടന്ന പാർട്ടി യോഗങ്ങളിലും എല്ലാം ചോദിച്ച ചോദ്യമാണ്. ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. അങ്ങനെയുള്ള ഒരാളിനെ എന്തുകൊണ്ടാണ് പാർട്ടി നടപടിയെടുക്കാത്തത്? കാരണം എത്രയോ നിസ്സാര കുറ്റം ചെയ്ത ആളെ പോലും പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. അതെ, ഏതോ വലിയൊരു മുതിർന്ന നേതാവ് 100-200 രൂപ അറിയാതെ അദ്ദേഹം അടയ്ക്കാൻ മറന്നുപോയി എന്ന കാര്യത്തിൽ നടപടിയെടുത്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു, അദ്ദേഹം കുറ്റം ചെയ്തു എന്ന് പാർട്ടി അന്വേഷിക്കട്ടെ. പാർട്ടിക്ക് സ്വന്തമായിട്ട് കോടതിയും പോലീസും അതെ, പണ്ട് പാർട്ടിക്ക് പറഞ്ഞു, ബോധ്യമായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്ത് സംഭവിച്ചു? ശബരിമല സ്വർണ്ണക്കൊള്ള വെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ UDF നേരിട്ടു. ചുരുക്കി പറഞ്ഞാൽ എല്ലായിടത്തും തൂത്തുവാരിക്കൊണ്ടുപോയി. എല്ലാ ഒറ്റ വിഷയം ശബരിമല. അതുപോലെ ഇദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് യുവതീ പ്രവേശന അനുകൂലമായി വിധി വരുന്നത്. അന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നത് പിന്നെ പത്മകുമാർ അതിനെതിരായിരുന്നില്ലേ? സ്ത്രീ പ്രവേശനത്തിന് പത്മകുമാർ സ്ത്രീ പ്രവേശനത്തിന് എതിരായിരുന്നു. അങ്ങനെയാണ് പിണറായി വിജയന് പത്മകുമാറിനോട് കലിപ്പ്. അതുവരെ പത്മകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു. ഇപ്പൊ പണ്ട് നമ്മുടെ വൈസ്രോയിമാർ ഭരിക്കാൻ ഗവർണർമാരെ നിയോഗിക്കുമായിരുന്നു. അതെ അതെ. എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ഗവർണറായിരുന്നു, പത്തനംതിട്ടയിലെ ഗവർണറായിരുന്നു പത്മകുമാർ. അപ്പം പത്മകുമാർ പക്ഷേ ആ വിഷയം വന്നപ്പോൾ, സ്ത്രീ പ്രവേശനം യുവതികളെ കയറ്റണമെന്ന വിഷയം വന്നപ്പോൾ അദ്ദേഹം വിശ്വാസിയായ CPM അദ്ദേഹം അതിനെ എതിർത്തു. ആ ഒരു നിലപാടെടുത്തു. അത് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കി. അതെ. പിണറായി വിജയൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു, പാർട്ടി ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ പത്മകുമാർ തിരിച്ചൊരു നിലപാടെടുക്കുന്നു. പിന്നെ പത്മകുമാർ നിലപാടൊക്കെ അത് തിരുത്താൻ നിർബന്ധനുമുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഈ കേസിനകത്ത് അകത്തു പോകുന്നത്. അപ്പം ശരിക്കും ഹൈക്കോടതി നിയോഗിച്ച SIT ആയതുകൊണ്ട് മാത്രമാണ് ഇവരൊക്കെ അകത്തു പോയത്. അത്രേ ഉള്ളൂ. അതല്ലായിരുന്നു ഇവരെല്ലാം സുഖമായിട്ട് ഊരിപ്പോകുന്ന കേസ്. അപ്പൊ ഈ യുവതീ പ്രവേശന സമയത്ത് നിരീക്ഷണം ശക്തമാണ് എന്നവർക്ക് സർക്കാർ മനസ്സിലായ ബോധ്യമായ ഘട്ടത്തിൽ തന്നെയാണ് ഇവരെല്ലാം അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നത്. യുവതീ പ്രവേശന സമയത്ത് അവിടെ ഒരുപാട് മാൽ പ്രാക്ടീസ് നടത്തി. ഒരുപാട് യുവതികളെ, രഹന ഫാത്തിമയും അതുപോലെ മറ്റേ മനീതി സംഘത്തെയും എല്ലാം കൊണ്ടുവന്നു. പിന്നെ ബോംബെന്ന് മഹാരാഷ്ട്രയിലെ ഒരു സാമൂഹിക പ്രവർത്തകയും ഇവരെ എല്ലാം കൊണ്ടുവന്ന് ഇതിനകത്ത് കയറ്റാനുള്ള ഒരു നീക്കം. പക്ഷേ അത് പൊളിഞ്ഞു പോയത് ഭക്തജനങ്ങൾ സംഘടിച്ചു നിന്നുകൊണ്ടും BJPക്ക് മാക്സിമം മൈലേജ് കിട്ടിയത്. BJP NSS എല്ലാവരും അന്ന് ഒരുമിച്ചു അങ്ങനെ ഒരുമിച്ച് നിന്നുകൊണ്ട് മാത്രമാണ്. അന്ന് അങ്ങനെ ഒരു അജണ്ട ഫിറ്റ് ചെയ്തതിന് പിന്നിലുള്ള രഹസ്യം എന്തായിരുന്നു എന്നുള്ളത് പത്മകുമാറിന് കൃത്യമായിട്ട് അതിന്റെ ഉള്ളുകളികൾ എന്താണെന്നുള്ളതിനെ കുറിച്ച്. പിന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ആരോപണം, അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കാതിരുന്നതിനുള്ള ഒരു ആരോപണം. ഇദ്ദേഹം സ്വർണ്ണക്കൊള്ള ശബരിമല നടത്തിയതിൽ കിട്ടിയ വലിയ തുകയിൽ ഒരു വിഹിതം പാർട്ടി നേതാക്കൾക്ക് കൈമാറിയിരുന്നു എന്നുള്ളതാണ്. സത്യമാണോ എന്ന് നമുക്കറിയില്ല. ഇതാണ് ഒരു ഇയാളെ ഭയപ്പെടുന്ന എന്നൊരു സാധനം ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ദൈവതുല്യരെ കുറിച്ച് അദ്ദേഹം ഊന്നി പറഞ്ഞിട്ടുണ്ട്. പണ്ട് നമ്മൾ ഊന്നി പറയുക, അന്നത്തെ പത്രഭാഷയായിരുന്നു. ഊന്നി പറഞ്ഞു വിരലൊടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഈ മിമിക്രിക്കാർ. അപ്പോൾ അദ്ദേഹം ഊന്നി പറഞ്ഞ കൂട്ടത്തിൽ എന്താ പറയുക, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നിൽ എന്തോ വലിയ രഹസ്യം. ഇങ്ങനെ ഈ 2-3 രഹസ്യങ്ങൾക്ക് ഉത്തരം പത്മകുമാറിന് മാത്രമേ അറിയൂ. ഈ മാത്രമല്ല, ഇപ്പം മാർക്സ് പാർട്ടി പണ്ടത്തെ പോലെയൊന്നും അല്ല, ദുർബലമാണെന്നും പത്മകുമാറിന് അറിയുകയും ചെയ്യാം. അദ്ദേഹത്തിനെല്ലാം തുറന്നെഴുതാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. തുറന്നെഴുതാം. കാരണം ഇനി അദ്ദേഹത്തിന് ഒരു പാർട്ടിയിലോട്ടും പ്രശ്നം BJPക്കാർ കൊണ്ടുപോയെങ്കിലേ ഉള്ളൂ, അല്ലാതെ വേറെ ആരും കോൺഗ്രസ്സുകാർ കൊണ്ടുപോകത്തില്ല. ഇനി BJPക്കാർ ഇനിയും കൊണ്ടുപോകാൻ സാധിക്കില്ല, അറസ്റ്റിലായ അകത്ത് പോയ സ്ഥിതിക്ക്. പക്ഷേ പിന്നെ ഇദ്ദേഹത്തിനെ വിട്ടയച്ചിരുന്നെങ്കിൽ ഇവർക്ക് രക്ഷപ്പെടാമായിരുന്നു. എന്താണെന്നറിയാം, ഇദ്ദേഹം വീണ ജോർജിനെതിരെ പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞ് വലിയ ബഹളമാണ്. അതെ, കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം അന്ന് ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടിരുന്ന എന്നെങ്കിലും BJP പോയി. എങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള വന്നപ്പോൾ അത് അവരുടെ തലയിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാമായിരുന്നു. അപ്പോൾ അതും സംഭവിച്ചില്ല. എല്ലാം കൊണ്ടും പാർട്ടിക്കും എന്തായാലും പത്മകുമാറിന്റെ കീച്ചമ്പറമ്പിൽ പത്മകുമാർ എന്നറിയപ്പെടും. നമ്മുടെ നാട്ടിലൊക്കെ പപ്പേട്ടൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. പപ്പൻ, ആറന്മുള പപ്പൻ എന്നും അറിയപ്പെടും. കാരണം വലിയ തലപ്പൊക്കവും വലിയ ഗാംഭീര്യവും ഒക്കെ ഉള്ള ആളാണ്. എല്ലാവരോടും വളരെ അനുഭാവപൂർവ്വം ഇടപെടുന്ന സൗമ്യനാണല്ലോ. സൗമ്യനാണ് അദ്ദേഹം. നമ്മളോട്ട് ഇടപെടുമ്പോൾ നമ്മൾ അദ്ദേഹത്തിനെതിരെ ഒരു വാർത്ത എഴുതിയിരുന്നത്, നമ്മളെ കാണുന്നതിനെ വിളിച്ചിരിച്ച് കളിച്ച് നമ്മുടെ തോളി കൈയിട്ട് എല്ലാം ചോദിച്ചു പോകുന്ന വളരെ ഒരു തന്ത്രജ്ഞനായിട്ടുള്ള ഒരു അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
പോയിന്റ്, ഒരു പ്ലസ് പോയിന്റ് എന്ന് തുറന്നടിച്ച് പറയുന്ന ഒരാളാണ് ആ അദ്ദേഹം. അത് എഴുതുമ്പോൾ, ഈ ആത്മകഥ എഴുതുമ്പോൾ ഈ രഹസ്യങ്ങളെല്ലാം പുറത്ത് വന്നാൽ, പക്ഷെ അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു പിണറായി വിജയനൊക്കെ ഒരു കരയ്ക്ക് അടിയും. ഇപ്പോൾ ഒരു 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 നടുക്കടലിൽ കിടക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു ഒന്നുകിൽ ഇ ഡിയുടെ കയ്യിൽ പോവും, അല്ലെ മുൻ അഴിമതികളുടെ പേരിലകത്ത് പോവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാകാം. അപ്പോൾ എന്താണ് പത്മകുമാർ ക്രോഡീകരണം നടത്തുന്നേ ഉള്ളൂ, എന്തൊക്കെ എഴുതണം, എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ക്രോഡീകരണം നടത്തുക. അധികം വൈകാതെ എഴുതുവാണെങ്കിൽ DC ബുക്സോ അതുപോലെ വലിയ ഉറപ്പാണ് പുസ്തകശാലകൾ പറഞ്ഞാൽ ഇത് മതി. ആദ്യത്തെ പിന്നെ ഫസ്റ്റ് ഇത് തന്നെ എഡീഷൻ തന്നെ ലക്ഷങ്ങൾ വിറ്റുപോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. എന്താണെങ്കിലും നമ്മൾ കീച്ചമ്പറമ്പിൽ പത്മകുമാറിൻ്റെ ആത്മകഥയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ്. ഏതൊക്കെ ദൈവതുല്യരുടെ തലകൾ ഉരുളുമെന്ന് കാണേണ്ടിയിരിക്കും.